ഇച്ചിരി മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ. നിങ്ങൾ തന്നെ നോക്കിയേ, ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്ന അടിപൊളി കളർ ചാർട്ടിലാണ്. എല്ലാം നല്ല നല്ല കളർ ചാർട്ടും, ഒന്നോ രണ്ടോ ഒന്നും അല്ല കേട്ടോ, ഒരുപാട് കളറിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. മിസ്സാക്കണ്ട, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് മോളെ. ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ കാണിക്കുമ്പോഴത്തേക്ക് മൊത്തം ഇതാവും കേട്ടോ. അതാ അപ്പോൾ നമുക്ക് നൂത്ത് കാണാമല്ല, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് നല്ല നല്ല കളർ ചാർട്ടിലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്താൽ നല്ലതാട്ടോ. കാണാം. ഫസ്റ്റ് കളർ തന്നെ നമ്മുടെ യെല്ലോ ആണ് കേട്ടോ, മാമ്പഴം മഞ്ഞ കളർ എന്ന് പറയാം. അടിപൊളിയായിട്ടുള്ള ഇത്രയും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ഐറ്റത്തിന് 1380 മാത്രമേ പ്രൈസുള്ളൂ. 1380 ആണ്. കണ്ടല്ലോ, നിങ്ങൾക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം വാഷ് ചെയ്യുന്നൊരു കുഴപ്പമില്ല. വർക്ക് നിങ്ങളൊന്ന് കെയർ ചെയ്ത് വാഷ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി, ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് കളർ നമ്മുടെ യെല്ലോ ആണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്ത കളർ നമ്മുടെ വൈൻ റെഡും വൈനും പിന്നെ എന്താ ബ്രൗണും ഒക്കെ ചേർന്ന് വരുന്നൊരു സൂപ്പർ കളർ കേട്ടോ. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ത്രെഡുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും കേട്ടോ. ഇതിനകത്തൊരു ബ്ലൂ ത്രെഡാണ് പോകുന്നത്. സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ബോർഡർ, ദുപ്പട്ടയിൽ സ്കാലപ്പ് ഫിനിഷാണ് പോയിരിക്കുന്നത്. വിത്ത് ലൈനിങ്ങും ബോട്ടവും സാന്തൂണിലാണ് വന്നിരിക്കുന്നത്. ലൈനിങ്ങും ബോട്ടവും കൂടെ ആഡ് ആക്കിയിട്ടാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്ത നല്ല ബോട്ടിൽ ഗ്രീൻ ആട്ടോ, സ്റ്റൈലായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ വിത്ത് ദുപ്പട്ട. ഇതൊക്കെ തയ്ച്ചിടുമ്പോഴാണ് ഭംഗി കേട്ടോ. തയ്ച്ച് എനിക്കൊന്ന് ഇട്ട് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറഞ്ഞോട്ട് തിരക്കായി പോയതുകൊണ്ടാണ് എനിക്ക് എല്ലാ കളറും തയ്ച്ച് കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് സമയം. അപ്പോൾ ഞാൻ വിചാരിച്ച് തയ്ക്കേണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ചുമ്മാ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. ഭയങ്കര സ്റ്റൈലാണ്. ആൻറ്റി കഡാനാണ് കൊടുത്തിരിക്കുന്നത്. 1380 ഉള്ളൂ പ്രൈസ്. അടുത്തത് കാണാം. നല്ല ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക്. കണ്ട, ഇങ്ങനെയായിരിക്കും മോഡൽ വരുന്നത്. സൂപ്പറായിരിക്കും. അടുത്തത് കാണാം. അടുത്തത് ഇതെന്താ കളർ പറയാൻ പോനെ, നല്ലൊരു ടൈപ്പ് ഓഫ് ഒരു ബ്ലൂ കേട്ടോ, ഒരു വെറൈറ്റി ബ്ലൂ എന്ന് പറയാം. സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാം കളറ്. കാരണം ടീൽ ബ്ലൂ അല്ല, എന്തായാലും ടീൽ ബ്ലൂവിനെക്കാട്ടി വേറൊരു സ്റ്റൈൽ ബ്ലൂ ആട്ടോ. സ്റ്റൈലായിട്ടുള്ള ബ്ലൂ കിട്ടാത്തൊരു ബ്ലൂ ആയിരിക്കാം, അതുകൊണ്ട് മിസ്സാക്കാതെ എടുത്തോ. ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് കേട്ടോ. അത്രയും സ്റ്റൈലായിട്ടുള്ള ഐറ്റം നമ്മൾ തിരഞ്ഞു പിടിച്ചൊക്കെ നടക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ട് ബെറ്റർ അല്ലേ ഇത്രയും നല്ലൊരു ഐറ്റം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ എടുക്കുന്നത്. എന്നൊക്കെ അടുത്തതാണ്. അടുത്തത് ഒരു ടൈപ്പ് ഓഫ് ഒരു വെറൈറ്റി കളറാണ്. ഒരു പർപ്പിളും അല്ല, എന്നാൽ എന്താ പറയുക, മുന്തിരി കളർ എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. സൂപ്പർ ഒരു ഷെയ്ഡാണ്. ഇത് വേണ്ടവർക്ക് ഇത്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളറായിരിക്കും എന്തായാലും കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം. അടുത്തത് കാണാം. അടുത്തത് രസമായിട്ടുള്ള ഒരു ഒലീവ് ഗ്രീനാണ്, ഡാർക്ക് ഒലീവ് ഗ്രീൻ. കണ്ടല്ലോ, ഇങ്ങനെയാണ് മോഡൽ വരുന്നത്. അടുത്തത് കാണാം. ലാസ്റ്റ് കളർ ഉണ്ടോ, ലാസ്റ്റ് കളറും അടിപൊളി കളറാണ്. നേവി ബ്ലൂ ചേർന്ന് വരുന്ന കളറാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളോട് ഒന്ന് കമൻറ്റ് ചെയ്ത് ഈ കളർ കേട്ടോ. നേവി ബ്ലൂ തന്നെയാണെന്ന് പറയാം, സത്യത്തിൽ ആ ഒരു കളർ തന്നെ. ഇത്രയും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ വേറൊരു ഷെയ്ഡ് കൂടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പം ലാസ്റ്റത്തെ കളറാണ്. ഇത്രയും നല്ല കളർ ചാർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തീരാൻ ചാൻസ് കൂടുതലാണ്, കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും. തീരുവാണെങ്കിൽ നമുക്ക് പ്രീ ബുക്കിങ്ങും പോസിബിളാണ്. മിസ്സാക്കേണ്ട, പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോ. അടിപൊളി ഐറ്റം ആയിരിക്കും. അത്രയും ഗ്യാരണ്ടി പൂർവ്വം എനിക്ക് പറയാൻ പറ്റും. ഭയങ്കര ലുക്കായിരിക്കും തയ്ച്ചിടുക കേട്ടോ. അപ്പം മിസ്സാക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്തോ. മാക്സിമം എല്ലാവരും പേയ്മെൻറ്റ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യണേ. എന്തായാലും എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കൂടുതലും പേരും പർച്ചേസ് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം. COD ഒഴിവാക്കുക. CODക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ COD മാറ്റാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുന്നത്. COD ഒഴിവാക്കിയിട്ട് എന്തായാലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. വീട്ടിലെത്തിയാലും പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.